നമസ്കാരം. പ്രചാരകൻ, പത്രപ്രവർത്തകൻ, പത്രാധിപർ, ഗ്രന്ഥകാരൻ, വിവർത്തകൻ എന്നിങ്ങനെ സമാജ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെല്ലാം വ്യാപരിക്കുകയും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് നാരായൺജി എന്നറിയപ്പെടുന്ന ശ്രീ പി നാരായണൻ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളത്തിലെ തന്നെ ആദ്യകാല പ്രചാരകൻ, ഭാരതീയ ജനസംഘത്തിൻ്റെ സംഘടനാ കാര്യദർശി, ജന്മഭൂമിയുടെ മുഖ്യ പത്രാധിപർ എന്നിങ്ങനെ സംഘപഥത്തിലെ സഫല സഞ്ചാരിയായി മാറിയ നാരായൺജി ഈ പ്രത്യേക അഭിമുഖത്തിൽ നമ്മോടൊപ്പമുള്ളത് നാരായൺജിയാണ്. സ്വാഗതം നാരായൺജി. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ വീട് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നും അച്ഛന് കിട്ടിയ ആ ഓഹരിയിൽ അച്ഛൻ പണിത വീടാണ്. ഇത് പണിതിട്ട് ഏതാണ്ട് 85 വർഷമായി. എൻ്റെ തറവാട് എന്ന് പറയാവുന്നത് ഇവിടെ നിന്നും ഏതാണ്ടൊരു 4-5 കിലോമീറ്റർ അകലെ മണക്കാട് എന്ന സ്ഥലത്ത് ഒറ്റപ്ലാക്കൽ എന്നാണ് എൻ്റെ വീട്ടുപേര്. അവിടെയാണ് ഞാൻ വളർന്നത്. അവിടെ ഞങ്ങളുടെ തറവാട്ട് വീടുണ്ട്, ചെറുകോടിക്കുളത്ത് എന്നാണ് ആ വീട്ടുപേര്. ആ ചെറുകോടിക്കുളത്ത് ദേവകി അമ്മയാണ് അമ്മ. അച്ഛൻ്റെ പേര് പത്മനാഭൻ നായർ എന്നാണ്. അച്ഛൻ മണക്കാട്ടുള്ള NSSൻ്റെ മലയാളം മിഡിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ അമ്മയുടെ തറവാട്ടിൽ നിന്നും അമ്മയ്ക്ക് കിട്ടിയ ഷെയറിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടുപേര് ഒറ്റപ്ലാക്കൽ എന്നാണ്. അത് പഴയ മട്ടിലുള്ള ഒരു ചെറിയ വീടാണ്. അവിടെ എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ, ഇത്രയും പേര് അവിടെ താമസിക്കുന്നതാണ് എൻ്റെ ബാല്യകാല ഓർമ്മ. അതുപോലെ തന്നെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ, ഈ തൊടുപുഴ താലൂക്കിലെ NSSൻ്റെ കരയോഗ യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ NSS പ്രവർത്തനങ്ങളുമായിട്ട് അച്ഛൻ്റെ കുടുംബത്തിന് പഴയകാല ബന്ധമുണ്ട്. NSSൻ്റെ തുടക്കകാലം മുതലേ ഉള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. അച്ഛൻ NSSൻ്റെ ഒരു സ്കൂള് മണക്കാട്ട് തുടങ്ങിയ സമയത്ത് അതിലെ ഹെഡ് മാസ്റ്ററായിട്ടാണ് അച്ഛൻ അങ്ങോട്ട് പോയത്. ഞാൻ ആ സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു, മലയാളം 4ാം ക്ലാസ്. അന്ന് തിരുവിതാംകൂറിൽ മലയാളം സ്കൂളുകളും ഇംഗ്ലീഷ് സ്കൂളുകളും വെവ്വേറെയായിരുന്നു. ഇന്നത്തെ പോലെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നില്ല, രാജഭരണമായിരുന്നു. അതുപോലെ CP രാമസ്വാമിയാർ അന്ന് ദിവാനായിരുന്നു. ആ കാലത്താണ് എൻ്റെ പഠനം തുടങ്ങുന്നത്. മണക്കാട്ട് ആ NSS മലയാളം മിഡിൽ സ്കൂളിൽ നിന്നാണ് അതിന് പേര്. അവിടെ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. 4ാം ക്ലാസ് കഴിഞ്ഞ് പ്രൈമറി വിദ്യാഭ്യാസം അവസാനിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ കാലത്തെ ആളുകളുടെ ആഗ്രഹം പോലെ അച്ഛന് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കണമെന്നായിരുന്നു താല്പര്യം. അതുകൊണ്ട് തൊടുപുഴയിലെ അന്നുണ്ടായിരുന്ന ഗവൺമെൻറ് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ എന്നെ ചേർത്തു. അവിടെ ഈ മലയാളം ക്ലാസ്സുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പഠിക്കാനായിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് മുമ്പ് പ്രിപ്പയറിറ്റി ക്ലാസ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സുണ്ട്. അത് ഇംഗ്ലീഷ് സ്കൂളിൽ ചേരാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ആ പ്രിപ്പയറിറ്റി ക്ലാസ്സിലാണ് ചേർന്നത്. അവിടെ ഏതാണ്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണം വന്നു. അപ്പോഴത്തേക്കും സ്വാതന്ത്ര്യം കിട്ടി. വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം കുറഞ്ഞു. വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം വന്നു. CP രാമസ്വാമിയാർ പോയി, പകരം ജനകീയ ഗവൺമെൻറ് വന്നു. ജനകീയ ഭരണം വന്ന സമയത്ത് വിദ്യാഭ്യാസം മലയാളത്തിലാക്കണം എന്നുള്ള ഒരു ആശയം പൊങ്ങി വന്നു. അങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിലും പൊതുവായിട്ട് വിഷയങ്ങളെല്ലാം മലയാളത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ് മുതൽ മലയാളത്തിലാണ് പഠിക്കുന്നത്. മുമ്പ് അതൊക്കെ ഇംഗ്ലീഷിലായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്. അങ്ങനെ അവിടെ പ്രൈമറി ക്ലാസ് കഴിഞ്ഞിട്ട് മിഡിൽ സ്കൂൾ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ വന്നു. ഇന്നത്തെ പോലെ സെക്കൻഡറി സ്കൂളുകളല്ല എന്ന്, പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ. അന്നത്തെ ഒരു പ്രത്യേകത, പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്നതിന് പോലെ അല്ലാതെ തിരുവിതാംകൂറിൽ നാണയം പ്രത്യേകമായിരുന്നു. അന്ന് ബ്രിട്ടീഷ് നാണയങ്ങൾ രൂപ, അണ, പൈസ. തിരുവിതാംകൂറിൽ രൂപ, പണം, ചക്രം, കാശ് ഇങ്ങനെയായിരുന്നു. അതിൽ ഈ ബ്രിട്ടീഷ് രൂപ, ഒരു ബ്രിട്ടീഷ് രൂപയ്ക്ക് തിരുവിതാംകൂറിലെ ഒരു സർക്കാർ രൂപയേക്കാൾ അരച്ചക്രം കൂടുതലായിരുന്നു വില.
അപ്പോൾ ബ്രിട്ടീഷ് രൂപയ്ക്ക് 28 ചക്രം, തിരുവിതാംകൂർ രൂപയ്ക്ക് 28 ചക്രം. പക്ഷേ തിരുവിതാംകൂർ രൂപയ്ക്ക് നാണയം ഉണ്ടായിരുന്നില്ല. ₹1 വരെ അടിക്കാനായിട്ടുള്ള അനുവാദമേ അന്ന് തിരുവിതാംകൂർ ഗവൺമെൻറ്റിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായത്തിലാണ് പഠിച്ചു വന്നത്. അപ്പോൾ അന്ന് ഇന്ന് നമ്മൾ പൈസക്കാരൻ എന്ന് പറയുമല്ലോ, ഒരു പണത്തിന് പൈസ എന്നാണ് പറയുക. പക്ഷേ തിരുവിതാംകൂർ പറയുന്നത് ചക്രക്കാരൻ എന്നാണ്, ചക്രമാണ്, അല്ലെങ്കിൽ പണക്കാരൻ. അന്ന് തിരുവിതാംകൂറിലെ ഏറ്റവും ചെറിയ വെള്ളി നാണയം പണമാണ്. അങ്ങനെയുള്ള 7 പണം ചേർന്നാണ് ₹1 അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മലയാളത്തിലുള്ള പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഹിന്ദി ദേശീയ ഭാഷയായിട്ട് പ്രഖ്യാപിച്ചു. ഇംഗ്ലീഷിന് ആ സെൻട്രൽ ഭാഷ എന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു, ഹിന്ദിയാക്കി. അപ്പോൾ ഹിന്ദിയും സ്കൂളുകളിൽ പഠിക്കണം എന്ന് വന്നു. അതുപോലെ തന്നെ അന്നത്തെ 1ാം ഭാഷ മലയാളമായിരുന്നു. അതേപോലെ മലയാളം പഠിക്കാത്തവർക്ക് സംസ്കൃതം 1ാം ഭാഷയായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം സംസ്കൃതം പഠിക്കാനായിട്ട് സംസ്കൃതം 1ാം ഭാഷയായിട്ട് എടുത്തെങ്കിലും ആ യുദ്ധം, 2ാം ലോകമഹായുദ്ധം കഴിയുന്ന സമയത്ത് നാട്ടിൽ മുഴുവനും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചിരുന്നു. അങ്ങനെയുള്ള ആ പകർച്ചവ്യാധികൾ കാരണം പലപ്പോഴും ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് കുറേ കഴിഞ്ഞ് ആ സംസ്കൃത പഠനം പൂർത്തിയാക്കിയില്ല. അതിന് പകരം മലയാളം തന്നെ എടുത്തു. സംസ്കൃത പഠനം അന്ന് തുടരാൻ കഴിയാഞ്ഞത് എനിക്ക് പിന്നെ ഒരിക്കലും തുടരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്കൃതത്തിൽ ഈ പുതിയ ഭാഷയിൽ പറഞ്ഞ അനഭിജ്ഞനായിട്ട് തുടരേണ്ടി വന്നു. ആകെ സംസ്കൃതത്തിൽ 2 വാചകമാണ് പഠിച്ചത്. ഒന്ന് സൂര്യ പ്രാച്യാം ഉദയതേ, സൂര്യൻ കിഴക്കുദിക്കുന്നു. സഹ പ്രതീച്യാം ദിശി അസ്തമയതേ, അത് പടിഞ്ഞാറൻ ദിക്കിൽ അസ്തമിക്കുന്നു. ഈ 2 വാചകമേ പഠിച്ചുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അസുഖം വന്നു. അങ്ങനെ ആ സംസ്കൃത പഠനം പിന്നെ തുടരാൻ കഴിഞ്ഞില്ല. മലയാളം എടുത്ത് പഠിച്ചു. അങ്ങനെ 1st, 2nd, 3rd, 4th, 5th, 6th ആണ് അവസാനം വരുന്നത്. 6th ഫോം കഴിഞ്ഞാൽ ഒരാൾ മെട്രിക്കുലേഷൻ കഴിഞ്ഞു എന്നർത്ഥം. അതിന് മലയാളത്തിൽ ഒരു നാടൻ ഭാഷയുണ്ട്, മറ്റിംഗ്ലീഷ് എന്നാണ് അതിനെ പറയുക. മറ്റിംഗ്ലീഷിലാണോ പഠിക്കുന്നതെന്ന് ചോദിക്കും. മറ്റിംഗ്ലീഷിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആൾ വലിയ വിദ്യാഭ്യാസത്തിൽ അഭ്യസ്തവിദ്യനായി എന്നാണ് അർത്ഥം. അതൊരു ക്രെഡിറ്റായിട്ടും നാട്ടിൻപുറത്തൊക്കെ കണക്കാക്കിയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റിംഗ്ലീഷ് പാസ്സായി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു കോളേജിൽ ചേരണം, അതിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് കോളേജിൽ ചേരാവുന്നത് എന്ന് നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിലേക്കും അപേക്ഷകൾ അയച്ചു. ആദ്യം അപേക്ഷയ്ക്ക് മറുപടി വന്നത് തിരുവനന്തപുരത്തെ മഹാത്മാഗാന്ധി കോളേജിൽ നിന്നാണ്. മഹാത്മാഗാന്ധി കോളേജിൽ നിന്ന് എനിക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടിയതിന് ശേഷമാണ് എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് വന്നത്. ആദ്യം കിട്ടിയെടുത്ത് പോയി ചേർന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കാനായിട്ട് ചേർന്നു. മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നെ ചേർക്കാനായിട്ട് അച്ഛൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കോളേജിൻ്റെ ഓഫീസ് മാനേജർ, പണ്ട് അച്ഛൻ ഈ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു രാഘവൻ പിള്ള എന്ന ഒരാളായിരുന്നു. രാഘവൻ പിള്ള സാർ എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. രാഘവൻ പിള്ള സാർ അച്ഛനെ കണ്ട സമയത്ത് രാഘവൻ പിള്ള സാർ പറഞ്ഞു, ഇവനെ ഇങ്ങ് വിട്ടേരെ, എന്നിട്ട് പത്മനാഭൻ നായർ പോയിക്കോളൂ, ഞാൻ ഇവൻ്റെ കാര്യമൊക്കെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചേർത്ത് ഞങ്ങൾ നാട്ടിൽ വന്ന് പിന്നീട് അവിടെ തുടർന്ന് താമസിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി അങ്ങോട്ട് പോവുമായിരുന്നു. അവിടെ കോളേജൊക്കെ ഔപചാരികമായിട്ട് തുറക്കുന്ന ആ സമയത്ത് അവിടെ പോയി. അന്ന് ഞാൻ തന്നെയാണ് പോയത്. ആദ്യം അച്ഛൻ കൊണ്ടുപോയി. തന്നെ തിരുവനന്തപുരത്ത് പോയി. ആദ്യമായിട്ടുള്ള തനിയെയുള്ള യാത്രയാണത്. അതിനു മുമ്പ് ഞാൻ ഈ മൂവാറ്റുപുഴ വരെ പോലും പോയിരുന്നില്ല. തൊടുപുഴയ്ക്ക് പുറത്തൊരു ലോകം ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഏതോ ഒരു അവസരത്തിൽ ഒരു വീട്ടിലെ തറവാട്ടിലെ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കാനായിട്ട് വൈക്കത്തിന് പോയതാണ് ആകെയുള്ള വിദേശയാത്ര. ബാക്കിയൊക്കെ നാട്ടിൽ തന്നെ. മൂവാറ്റുപുഴ പോലും പോയിട്ടില്ല. അങ്ങനെ രാഘവൻപിള്ള സാറിൻ്റെ അവിടുത്തെ ക്വാർട്ടേഴ്സിൽ, അവിടുത്തെ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ മഹാത്മാഗാന്ധി കോളേജിന് ഒരു ചരിത്രമുണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാത്മാഗാന്ധി കോളേജ് ഇരിക്കുന്ന സ്ഥലം കറ്റച്ചകോണം എന്ന സ്ഥലത്തെ ഒരു വലിയ കുന്നായിരുന്നു. 50 ഏക്കർ സ്ഥലമുണ്ടത്. അവിടെ മാറിവാനിയോസ് എന്ന ബിഷപ്പ് ആ സ്ഥലം വാങ്ങി അവിടെ ഒരു സിയോൺ ഹിൽ എന്നുള്ള പേരിൽ ഒരു ക്രിസ്ത്യൻ കോളനി സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം നടക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിന് അവർ പേരിട്ടിരുന്നത് സിയോൺ ഹിൽ എന്നാണ്. അവിടെ അവർ ഒരു 10-30 ചെറിയ വീടുകൾ പണിതിരുന്നു അവരുടെ ആളുകൾക്ക് താമസിക്കാനായിട്ട്, അവിടെ വരുന്നവർക്ക് താമസിക്കാനായിട്ട്. ആ വീടുകൾക്ക്
അവരെ ഓരോ പേരിട്ടു. അത് മുഴുവനും ഈ ക്രിസ്ത്യൻ ശൈലിയിലുള്ള പേരുകളാണ് മുഴുവൻ. സിയോൺ ഹിൽ എന്നുള്ളത് പോലെ തന്നെ അവരുടെ സമ്പ്രദായത്തിൽപ്പെട്ട പേരുകളിട്ടു. പക്ഷേ മഹാത്മാഗാന്ധി കോളേജിന് വേണ്ടി ആ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ NSS എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനെല്ലാം നമ്മുടെ ദേശീയ പേരുകളിട്ടു. അങ്ങനെ ഒരു പേര് സബർമതി എന്നായിരുന്നു. അങ്ങനെയുള്ള സബർമതി എന്ന വീട്ടിലാണ് ഇതേപോലെ സബർമതിയെ പോലെ തന്നെ അവിടെ വേറൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ കവടിയാർ പാലസ് കാണാമായിരുന്നു. അപ്പോൾ അതിന് പാലസ് വ്യൂ എന്ന് പേരിട്ടു. 3 റോഡുകൾ ചേരുന്ന ഒരു സ്ഥലത്ത് ഒരു വീടുണ്ട്, ഇതേപോലെ ഒരു വീടുണ്ടായിരുന്നു. അതിന് ത്രിവേണി എന്ന് പേരിട്ടു. അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തെ അനുസരിച്ചിട്ടുള്ള പേരുകൾ അവിടെയുള്ള വീടുകളിലെല്ലാം ഇട്ടു. അങ്ങനെ ഒരു 10-25 വീടുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലൊന്നിലാണ് ഈ രാഘവൻ പിള്ള സാറ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ, ഭാര്യ, 3 കുട്ടികൾ, 4 കുട്ടികളുണ്ടായിരുന്നു. അതിൽ മൂത്ത ആൾ ഞങ്ങളോടൊപ്പം തന്നെ, എന്നോടൊപ്പം തന്നെ കോളേജിൽ ചേരാൻ പ്രായമായ ആളാണ്. മറ്റവരൊക്കെ സ്കൂൾ കുട്ടികളാണ്.